ഒരു കാര്യം പറയട്ടെ. മമ്മൂക്ക അനന്യയുടെ അടുത്ത് വരട്ടെ. ലാലേട്ടൻ ജോമോളേച്ചിയാണ് ലാലേട്ടൻ നോക്കുന്നത്. പ്രജുതട ഈ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മത്സരം. പ്രത്യേകത എന്നത് 3 അവസരമാണ് ഓരോ ടീമിനും ലഭിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമുക്ക് എന്താവെന്ന് നോക്കാം. 2 ടീമും സമം, അതായത് 1-1 നിൽക്കുകയാണ് ഈ മത്സരത്തിന്റെ ഫുൾ ടൈം കഴിഞ്ഞപ്പോൾ. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ തന്നെയാണ്. ആരായിരിക്കും വിജയികളാവുക, വിജയികളായി ഫൈനലിലേക്ക് കടക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മെ തേടിയെത്തുന്നതാണ്. സുരേഷ് ഗോപി ടീം ആയിരിക്കുമോ അതോ ടീം മമ്മൂക്ക ആയിരിക്കുമോ? നോക്കിക്കാണാം പ്രജോതട. തീർച്ചയായിട്ടും വാശിയേറിയ ഒരു മത്സരമാണ്. ടീം പരസ്പരം തങ്ങളുടെ ആശയങ്ങൾ കൈമാറുന്നുണ്ട്. ഉണ്ണി ശിവപാൽ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഗോളി ഇല്ല എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു പെനാൽറ്റി ഷൂട്ടിന്. അതെ, കൃത്യതയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്കാം, 3 ഗോൾ വീതമാണെന്ന്. MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. സോ 3 അവസരമാണ് ഓരോ ടീമിനും ലഭിക്കുന്നത്. ഗോൾ കീപ്പർ ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെയാണ് കൃത്യത വേണ്ടത്. അതെ, സെൻട്രൽ നിന്നാണ് ബോൾ കിക്ക് ചെയ്ത് പെനാൽറ്റി പോസ്റ്റിലേക്ക് ഇടുന്നത്. അത് 3 അവസരമാണ് തരുന്നത്. അത് 2 ജെൻസിനും 1 ലേഡിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ഗോൾ അടിക്കാൻ. ആദ്യത്തെ ചാൻസ് ആർക്കാണെന്ന് നോക്കാം. റഫറി വിജയേട്ടൻ അത് വിസിൽ മുഴക്കുന്നതാണ്. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട കമന്റേറ്ററെ വിളിക്കുന്നുണ്ട്. ആരാണ്, ഏത് ടീമാണ് ആദ്യത്തെ ഗോൾ വലയിലേക്ക് ലക്ഷ്യമിടുന്നത് എന്ന് നോക്കാം. മമ്മൂക്ക ടീമിൻ്റെയാണ് ഗോൾ അടിക്കുവാൻ എത്തുന്നത്. എനിക്ക് തോന്നുന്നു കൈലാഷ് ആണെന്ന് തോന്നുന്നു. കൈലാഷ് എന്തോ ചിന്തിച്ച് വരുന്നുണ്ട്. ഇത് അവിടുന്ന് ഇവിടെ ഇങ്ങോട്ടടിക്കണോ എങ്ങോട്ടടിക്കണമെന്നൊരു ആശയക്കുഴപ്പം. അതാ കൈലാഷ് ഇത് ഗോളാക്കും എന്നൊരു നല്ല കൈയടി. ഇതാ 2ാമത്തെ പെനാൽറ്റി ഷൂട്ട് നമ്മുടെ മമ്മൂക്ക ടീമിന്റെ ആദ്യത്തെ അവസരമാണ്. നല്ല കൈയടി. ഇത് ഗോളാകുമോ, വലയിൽ വീഴുമോ നമുക്ക് നോക്കാം. കൈലാഷ് അത് വളരെ മനോഹരമായി തന്നെ ആ ഗോള് നേടിയെടുത്തിരിക്കുകയാണ് പെനാൽറ്റി ഷൂട്ടിലൂടെ. രാജീവ് പിള്ളയ്ക്ക് സന്തോഷമായി. രാജീവ് പിള്ളയുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ സ്കോർ 2-1 മാറിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ സുരേഷ് ഏട്ടൻ ടീം. അടുത്തത് ദിനേശ് ആണ് എന്ന് തോന്നുന്നു. 6ാം നമ്പറിലെ ദിനേശാണ്. ദിനേശ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾ നല്ല പുലിയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോയിരുന്നു ഇതിന് മുമ്പ് ഒരു ഗോൾ നേടാമെന്ന്. പക്ഷേ അത് മണികണ്ഠൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഗോളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ലീഡ് നേടിയെടുക്കാൻ സാധിക്കുമോ ദിനേശ് ചേട്ടന്? നോക്കാം. അത്യുജ്വലമായ ഒരു മത്സരം ഇവിടെ. നല്ല കൈയടേ. ഇത് ദിനേശിൽ നിന്നും മാറി വിദ്യ ഗോളടിക്കുമെന്ന വാശിയോടുകൂടി ഇതാ വിനു മോഹൻ, ഇതാ വിദ്യ, ഇതാ വിദ്യ 12ാം നമ്പർ വന്നുകൊണ്ട് ദിനേശ് ബോൾ വെച്ചു കൊടുത്തു. അത് 3 ഗോളിൽ ഒരു പെൺകുട്ടി ഒരു ഗോളടിച്ചു അല്ലേ? തീർച്ചയായിട്ടും പെൺകരുത്ത് ടീം സുരേഷ് ഗോപി ടീമിന്റെ പെൺകരുത്ത് ഇവിടെ നേടിക്കുന്നതിനാൽ ഒട്ടും പുറകിലല്ലാന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയശ്രീ എത്തിയിരിക്കുന്നു. നോക്കാം. ജയശ്രീ ഇപ്പൊ അടിക്കരുത്, റഫറി പറഞ്ഞിട്ടേ അടിക്കാമുള്ളൂ. ഇപ്പൊ 2-2 നിൽക്കുകയാണ്. ജയശ്രീ ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ജയശ്രീ അതാ ബോളിലേക്ക്. ഓക്കെ, അപ്പൊ അത് മിസ് ചെയ്തിരിക്കുകയാണ് ജയശ്രീ. വളരെ നല്ല കോൺസെൻട്രേഷനിൽ ഓടി വന്നുകൊണ്ട് ആ ഒരു കിക്ക് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജയശ്രീ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയട്ടെ, വലയത്തെ ഭേദിക്കാനായില്ല. Here comes മണികണ്ഠൻ. ദിനേശൻ എന്തോ മണികണ്ഠൻ പറഞ്ഞു കൊടുക്കും. ഇത് ഗോൾ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരു നല്ല കൈയ്യടി. ഇതാ ജയശ്രീയുടെ പാത പിന്തുടരുകയായിരുന്നു മണികണ്ഠനും. അതെ, ശ്രദ്ധ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമായി മാറിയിരിക്കുന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ട്.
ശ്രദ്ധക്കുറവാണോ കാഴ്ചക്കുറവാണോ എന്നറിയില്ല, എങ്കിലും ആ ഗോളിന്റെ പരിസരത്തൂടെ പോയില്ല. രാജീവ് പിള്ള ഇതാ, ഓ രാജീവ് പിള്ള ആ ഗോൾ അത് മിസ്സാക്കിയിരിക്കുന്നു. കുഴപ്പമില്ല. 3-ാം നമ്പറിൽ രാജീവ് പിള്ള ഗോൾ അടിക്കാൻ വേണ്ടി ഇനി ഓരോ അവസരം കൂടിയേ ഉള്ളൂ. വീണ്ടും മത്സരം ടൈറ്റായി, 2-2. ഇനിയിപ്പോൾ നമ്മൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ അടിച്ചവർക്ക് ഇനിയിപ്പോൾ ബോൾ അടിക്കാൻ പറ്റില്ല. അതല്ലാതെ സോ വളരെ ആവേശപ്രദമായ മത്സരം ഇവിടെ വീണ്ടും ടൈ ആയിരിക്കുന്നു പ്രചോദന. യെസ്, അതാ മമ്മക്ക ടീമിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഷാജു ആണെന്ന് തോന്നുന്നു ഗോളടിക്കാൻ വരുന്നത്. ഒരു നല്ല കൈകടി കൊടുക്കണം. അദ്ദേഹം ഈ കോച്ചിങ്ങിന് വേണ്ടി ദുബായിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ഒരാഴ്ച ഈ കോച്ചിങ്ങിൽ ദുബായ് പോയിരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ അല്ല വിഷയം, അവിടെ തിരിച്ചു വന്നതാണ്. ഇത് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതാ സഞ്ജു ആണ് ഇനി അടുത്തത് പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ വരുന്നത്. സുരേഷ് ഗോപിചന്ദ് ടീമിലെ സഞ്ജു ഇതാ പോസ്റ്റ് ലക്ഷ്യമാക്കി നിൽക്കുന്നു. റഫറി അയ്യോ, അത് അവിടെ നിന്ന് മാറിപ്പോയി. ഇനി അതാ നമ്മുടെ രണ്ടാമത്തെ ടേണിങ്ങിൽ ഒരു അവസരം, ആദ്യത്തെ അവസരം മമ്മൂക്ക ടീമിന് വേണ്ടി ഷാജു ഗോളടിക്കാൻ വരുന്നു. ഷാജു ഇത് ഗോൾ അടിക്കുമെന്ന വാശിയോടുകൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇതാ ഓ, അതും മാറിപ്പോയിരിക്കുന്നു. ഓരോ അവസരങ്ങൾ 2 ടീമിനും നഷ്ടമായിരിക്കുന്നു. ഇനി അടുത്ത ഒരു അവസരം കൂടിയാണ്. ദിനേശ് ഒരു നല്ല കൈയ്യടി കൊടുക്കാം. അദ്ദേഹം ഇത് ഗോളാക്കും എന്ന വാശിയോടുകൂടി തന്നെയാണ്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ ദിനേശ് ഒരു ഗോള് നേടിയിരിക്കുന്നു. ഇനി അടുത്തത് ഗോൾഡൻ ചാൻസ് ആണ്. ഇത് ഒരു ഗോളാകുമ്പോൾ മത്സരം ടൈ ആവും വീണ്ടും. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഒരു കിക്ക് എടുക്കാൻ വരുന്നത് മനസ്സിലാക്കുന്നു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. ഇത് ഗോളാക്കാൻ സാധിക്കുമോ നോക്കി കാണാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇതാ വീണ്ടും ഈക്വലായിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ 6 മണി വരെ പോയി കളി എനിക്ക് തോന്നുന്നു. പോരാട്ടം തന്നെ 2 ടീമുകളും കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് പ്രചോദനം ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നടക്കട്ടെ. 6 മണി വരെ ഇങ്ങനെ പോകണം. എന്താ കൈലേഷ്, ടോസ് ഇടാൻ മടക്കില്ല, ഗോളടിച്ചേ പറ്റൂ എന്നുള്ള വാശിയോട് കൂടിയാണ് ഞങ്ങൾ. ഒരു രക്ഷയില്ല, നിങ്ങളുടെ അണപ്പ് ഞങ്ങൾ നോക്കില്ല, ഒരു കളിക്കൂ. ഓക്കെ, ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവിടെ പ്രതീക്ഷിക്കുന്നു 2 ടീമുകളും. ഇരു ടീമുകളും ചർച്ചയിലാണ്. കുക്കു പരമേശ്വരൻ ആകെ ടെൻഷനിലാണ്. ടോസാണ്. ഈ ടോസ് അത് ഒരു ടോസിലൂടെയാണ് മത്സരം ചർച്ച ചെയ്ത് അവർ ടോസ് നിർണയത്തിലൂടെ നമ്മുടെ സുരേഷ് ഗോപി ടീം വിജയിച്ചിരിക്കുകയാണ്. അവർ നല്ല കൈയടി അവർക്ക് കൊടുക്കാം. ടോസിലൂടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിചന്ദ് ടീം, നമ്മുടെ ഭഗത് അടങ്ങിയ ടീം, പ്രിയപ്പെട്ട ദിനേശ് അടങ്ങിയ ടീം, സഞ്ജു അടങ്ങിയ ടീം, അങ്ങനെ ടോസിലൂടെ അവർ വിജയിച്ചിരിക്കുകയാണ്. അല്ല പ്രചോദന, ഇതിനകത്തൊരു ടീം മമ്മൂട്ടിക്ക് ഒട്ടും തന്നെ സങ്കടപ്പെടുന്ന കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് മാച്ച് മിസ്സായി പോയി എങ്കിലും അവർക്കൊരു അവസരം കൂടി ഉണ്ട് എന്നതാണ്. ചിക്കൻ കറിയാ ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അജ്മി ചിക്കൻ മസാല വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brights
Colors of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.